ശ്രീജിത്ത്, CPI ശക്തമായി ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ADGP തന്നെ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സമ്മതിക്കുന്നു. പക്ഷേ CPM ഞങ്ങൾക്ക് എന്താണ് ഇതിൽ കാര്യമെന്നാണ് ചോദിച്ചുകൊണ്ട് ഒന്നും പറയാതിരിക്കുന്ന ഒരു നിലയുണ്ടാകുന്നത്. ADGP MR അജിത് കുമാറിനെ ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടായിട്ടും ആരാണ് സംരക്ഷിക്കുന്നത് എന്ന ചോദ്യവും ബാക്കിയാണ്. ADGP MR അജിത് കുമാർ വ്യക്തിപരമായ തലത്തിലുള്ള കൂടിക്കാഴ്ചയാണ് നടത്തിയത് എന്നാണ് CPIMൻ്റെ വാദം. ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അത്തരം രീതിയിലുള്ള പ്രതികരണം നടത്തുകയും ചെയ്തു. ADGP കണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ, CPMന് അത്തരം കാര്യങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ADGP വ്യക്തിപരമായി കൂടിക്കാഴ്ചയോ മറ്റും നടത്തിക്കൊള്ളട്ടെ. രാഷ്ട്രീയമായിട്ടുള്ളൊരു ദൗത്യവും പോലീസിനെ ഏൽപ്പിച്ചിട്ടില്ല. അത്തരമൊരു ദൗത്യത്തിൻ്റെ കാര്യം CPMന് സ്വീകരിക്കേണ്ട കാര്യമില്ല. BJPയോടുള്ള CPIMൻ്റെ രാഷ്ട്രീയ സമീപനത്തിൽ ആർക്കും സംശയം തോന്നുന്ന കാര്യമില്ല. ഇത് വളരെ വ്യക്തമാണ് എന്നാണ് CPM നൽകുന്ന വിശദീകരണം. എന്നാൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചൂണ്ടിക്കാണിക്കുന്നത് ഈ കൂടിക്കാഴ്ചയുടെ എന്താണെന്ന കാര്യം വ്യക്തമാക്കണം. ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ അത് വളരെ ഗൗരവതരമാണ് എന്ന നിലപാടാണ് CPI സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ RSSൻ്റെ സഹകാര്യവാഹക് ദത്താത്രേയ ഹൊസബലയുമായി നടത്തിയ കൂടിക്കാഴ്ച അതീവ ഗുരുതര സ്വഭാവത്തിലുള്ളതെന്നായി CPIMൻ്റെ ഗുരുതര സ്വഭാവത്തിലുള്ള ഒന്നായി ഇടതുമുന്നണിയിൽ മാറുകയാണ്. CPIക്ക് ഇക്കാര്യത്തിലുള്ള വിയോജിപ്പ് അവർ പരസ്യമാക്കി കഴിഞ്ഞു. ശരി, അത് തന്നെയാണ്. CPIയും കടുത്ത നിലപാടെടുക്കുന്നു. എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ പൊരുൾ? ADGP MR അജിത് കുമാർ RSS നേതാവിനെ കാണാനുണ്ടായ സാഹചര്യം എന്താണ്? കേരളത്തിന് സത്യം അറിയണം എന്ന് തന്നെയാണ് ഇപ്പോൾ ബിനോയ് വിശ്വം നിലപാടെടുത്തിരിക്കുന്നത്. ഏതായാലും LDFൽ വലിയ തർക്കത്തിന്റെ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ എന്താണ് ഇനി ആഭ്യന്തര വകുപ്പിന്റെയും മുഖ്യമന്ത്രിയുടെ നിലപാട് എന്ന് അറിയേണ്ടതുണ്ട്. നമുക്ക് തിരിച്ചെത്തണം. വിശദമായി ഈ വാർത്തയിൽ തന്നെ പരിശോധന നടത്തേണ്ടതുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ എന്തായിരുന്നു, ആരാണ് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പൂഴ്ത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ അറിയണം. തൃശൂർ പൂരം കലക്കിയതാരാണ് എന്ന നിർണായകമായ ചോദ്യമുണ്ട്.